വളാഞ്ചേരിയിൽ പട്ടാപ്പകൽ പള്ളിയിലെ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് മോഷണം. 3000-ഓളം രൂപ മോഷണം പോയി. വളാഞ്ചേരി വട്ടപ്പാറ താഴെവളവിലെ പള്ളിയിൽ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്താണ് മോഷണം നടന്നത്. ഇന്നലെ ജുമാ നമസ്കാരത്തിന് ശേഷം ആളുകൾ പോയ സമയത്താണ് സംഭവം. പള്ളിയുടെ അകത്ത് സൂക്ഷിച്ചിരുന്ന ഭണ്ഡാരത്തിൽ നിന്ന് ഏകദേശം 3000-ഓളം രൂപയാണ് നഷ്ടപ്പെട്ടത്. അസ്ർ നമസ്കാരത്തിനായി ആളുകൾ പള്ളിയിലെത്തിയപ്പോഴാണ് ഭണ്ഡാരം കുത്തിത്തുറന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രദേശത്തെ CCTVയിൽ പ്രതിയുടേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാൾ ബസ്സിൽ വന്നിറങ്ങി പള്ളിയിൽ കയറുന്നത് ദൃശ്യങ്ങളിലുണ്ട്. പള്ളിയിൽ 10 മിനിറ്റോളം ചെലവഴിച്ച് ഇയാൾ തിരികെ വന്ന് ഒരു സ്കൂട്ടറിന് കൈകാണിച്ച് കയറിപ്പോവുകയായിരുന്നു. ഈ വ്യക്തി കാവുംപുറം ഭാഗത്ത് ഇറങ്ങുന്ന ദൃശ്യങ്ങളും സമീപത്തെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. മുൻപും ഈ പള്ളിയിൽ സമാനമായ രീതിയിൽ മോഷണം നടന്നിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത് ഇന്നലെ ഉച്ചക്ക് ഒരു 1:45 ജുമ കഴിഞ്ഞതിന് ശേഷം ഇവര് പിന്നെ അറിയുന്നത് അസറിന് പള്ളിയിൽ പോകുന്ന ടൈമില് ഭണ്ഡാരം കുത്തി തുറന്ന നിലയിലാണ് കണ്ടത്. അപ്പൊ പിന്നെ ജുമക്ക് ശേഷം മുതലുള്ള അസറിന്റെ ഇടയിലുള്ള ടൈം CCTV പരിശോധിച്ചപ്പോ ഇവിടെ ബസ്സിൽ ഒരാൾ വന്ന് ഇറങ്ങിയിട്ട് പള്ളിയിൽ കയറുന്നതും അവിടെ നിന്ന് തിരിച്ച് വേറൊരു ബൈക്കിൽ ലിഫ്റ്റ് വെച്ചിട്ട് കാവുംപുറം ഭാഗത്തോട്ട് പോയതും കണ്ട്. അപ്പോ നമ്മൾ ആ ഫോട്ടോസൊക്കെ എടുത്തിട്ട് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ആളെ വ്യക്തമായിട്ടില്ല. ഇവിടെ ഇത് 3ാമത്തെ തവണയാണ്. ഇതിന്റെ മുന്നേ ഒരു പ്രാവശ്യം ബൈക്കിലെത്തിയ ഒരാള് ഭണ്ഡാരം കുത്തി തുറന്ന് കുറച്ച് പൈസ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിന് മുന്നേ കുറച്ച് സ്റ്റീൽ പൈപ്പുകളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് 2-3 വർഷം മുന്നേ. വളാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് 3 Max Live.